السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. أما بعد، بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه حيثما كنت وصلوا عليه فإن صلاتكم تبلغني. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മോമിനുകളെ മോമിനാത്തുകളെ മാനായ ഇമാം ഹാഫിദ് സഖാവി റളിയല്ലാഹു അൻഹു ജൽദ് അള്ളാഹുവിൻ്റെ റസൂല് അബൂ കാഹിൽ സ്വഹാബിയുടെ വിളിച്ചുകൊണ്ട് ചെന്ന്, ഓ അബൂ കാഹിൽ, നിങ്ങൾ ഞങ്ങളെ പിരിസബേക്കണം. ഞങ്ങളെ പിരിസബിച്ചും കൊണ്ട് ഞങ്ങളെ പിരിസത്തോടു കൂടി നിങ്ങൾ പോലുകൊർ 3 സ്വലാത്ത്, ജാവുകൊർ 3 സ്വലാത്ത്, എത്ര കേവലം 3 സ്വലാത്ത് ചെന്നെങ്കിൽ നിങ്ങൾ പോലുകാക്കി എല്ലാ ചെറിയ ദോഷങ്ങൾ പൂർത്തി മാഫാവിടും. ജാവുകാക്കി എല്ലാ ചെറിയ ദോഷങ്ങളെല്ലാം മാഫാവിടും. ചൊല്ലാറ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചെറുദോഷം ചെന്നെങ്കിൽ ഞങ്ങളെ കൊണ്ട് അവിടെ ചെറിയ ദോഷം, അത് ആദമിൻ്റെ ഹക്കെന്തോ അല്ല, മനുഷ്യന്മാർക്ക് സംബന്ധിച്ച വിഷയമല്ല. അത് ഞങ്ങളെ കൊണ്ടായോ ചെറിയ ദോഷം എന്താവടു സ്വലാത്ത് കൊണ്ട് മാഫാവടു. സ്വലാത്തിനോ എത്തരമാ കിതാബ് മഹാന്മാരിൽ ലഭിച്ചാറില്ല, സ്വലാത്തിൻ്റെ ഫളായിൽ ലഭിച്ചാറ്. അപ്പോൾ സ്വലാത്ത് കൊണ്ട് മനുഷ്യന്മാർക്ക് വലിയ ഭാഗ്യം തരോ. അള്ളാഹുടെ റസൂലിൻ്റെ പിർസത്ത് വോൾട്ടേജ് ചെയ്യാറാവിടും, അതൊരു വലിയ ഭാഗ്യം. സ്വലാത്ത് കൊണ്ട് അള്ളാഹുടോ നെനപ്പോകൂടോ സ്മരണ ആക്കടോ, അള്ളാഹുടെ സ്മരണയിലേക്കൂടെ വലിയ ഭാഗ്യം ഉണ്ടാവിടും. ജനത്തിൽ ലാഭം ഇതല്ല സ്വലാത്ത് കൊണ്ട്. സ്വലാത്ത് കൊണ്ട് അങ്ങനെ എല്ലാ, അതായത് അങ്ങ് എല്ലാ ഉദ്ദേശം പൂർത്തിയാവണം. സ്വലാത്ത് കൊണ്ട് സിറാത്തുൽ മുസ്തഖീം എന്ന പാലം സുലഭത്തിൽ കടക്കാം. സ്വലാത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നാളും പരിചയപ്പെട്ടു. കാരണം ഞങ്ങൾ സലാം കേൾക്കട്, സലാം മടക്കട്, അള്ളാൻ്റെ സ്വലാത്ത് കേൾക്കട്, സ്വലാത്ത് കൊണ്ട് സന്തോലാവിടും. പിന്നെ മനുഷ്യന്മാർക്ക് ഹിദായത്തിനോ ഭാഗ്യം ഉണ്ടാവിടു. പിന്നെ ആത്മീയമായ ഉന്നതി ഉണ്ടാവിടും സ്വലാത്ത് കൊണ്ട്. പിന്നെ സ്വലാത്ത് കൊണ്ട് നബിട്ടുള്ളോ പിർസ യാരോട് ചെന്നല്ല പിർസത്ത് വോൾട്ടേജ് യാറാവിടും. അള്ളാഹുടെ റഹ്മത്ത് അവൻ്റെ മേൽ ചൊല്ലിട്ട് അള്ളാഹുടെ ദരജ അവനക്ക് യാറാവിടും. ദോഷങ്ങൾ മാഫാവിടും. പിന്നെ അവനവിടെ സൽക്രമ സ്വീകരിക്കപ്പെട്ടു സ്വലാത്ത് കൊണ്ട് സ്വീകരിക്കപ്പെട്ടു. പിന്നെ അവൻ്റെ ആയുസ്സിൽ ബറക്കത്ത് യാറാവിടും. ആകാശ ഭൂമിയിലുള്ള എല്ലാ അള്ളാഹുടെ പടവുകളിൽ പ്രശംസകൾപ്പെട്ട ആറ് അവൻ സ്വലാത്ത് ചെല്ലവണു സൽസ്വഭാവി അവിടെ സ്വലാത്ത് അതുകൊണ്ട് സൽസ്വഭാവി ആക്കട്. അവൻ്റെ സ്വലാത്ത് കൊണ്ട് അവനക്ക് തസ്കിയത്ത് ആത്മശുദ്ധീകരണം ഉണ്ടാവിടും. മൗത്ത് മുതലേ സ്വർഗത്ത് പോലുള്ള മുൻസൂചന അവന് കിട്ടും. സ്വർഗ ഇതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് സ്വലാത്ത് കൊണ്ട് എന്ത് എത്ര കിട്ടുന്നതോ അള്ളാഹു ചെണ്ട അള്ളാഹുടെ ആജ്ഞ, അള്ളാഹു ഖുർആനിൽ ചെന്ന് ആജ്ഞയുടെ അവന് പൂർത്തിയാക്കിയ ഒന്നാമത്തെ വലിയ ഭാഗ്യ. പിന്നെ അള്ളാഹു സ്വലാത്ത് ചെല്ല അവനും സ്വലാത്ത് ചെല്ല. അപ്പോൾ അള്ളാഹു ചെല്ലതിൽ എന്താ അവിടെ അവനും സമാനം അവിടെ ചെന്നെങ്കിൽ അള്ളാഹുന്ന് നിരത്തായ കാര്യത്തിൽ അവനുമുള്ള വലിയ ഭാഗ്യമല്ലേ. മലക്കങ്ങൾ സ്വലാത്ത് ചെല്ല, അതുകൊണ്ട് അവനും മലക്കങ്ങളിട്ട് എന്താകട്ടെ നിരത്തരായ കാര്യത്തിൽ അവനുമുള്ള അതും വലിയ ഭാഗ്യം സ്വലാത്ത് കൊണ്ട്. പിന്നെ അവനക്ക് 10 ഹസനാത്ത് എഴുതപ്പെട്ടു. 10 റഹ്മത്ത് എന്ന് വെച്ചാൽ 10 റഹ്മത്ത് അവൻ്റെ മേൽ ചൊരിക്കിട്ട് 10 ഹസനാത്ത് എഴുതപ്പെട്ടു. 10 സയ്യാത്ത് ദോഷമാഫാവിടും. 10 ദർജ എല്ലാം ആവിടും. നബിയുടെ ഷഫാത്ത് അവനക്ക് കിട്ടും. ഇതെല്ലാം മഹാന്മാർ സ്വലാത്തിനോ ഫളായിൽ കൊണ്ട് ഫളായിൽ എഴുതി വെച്ച് മഹാന്മാർ ബറാബരി ലാഭമുണ്ട്. അപ്പോൾ സ്വലാത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സ്വലാത്ത് ഏത്? ഇബ്രാഹിം സ്വലാത്ത്. അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വായി കൊണ്ട് ചെന്ന സ്വലാത്ത്. اللهم صل على محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. صلاة إبراهيم صلاة برامر greatest صلاة.
ഈ സ്വലാത്ത് നിങ്ങൾ എന്താ സാധാരണ എവിടെയല്ല ചെല്ല ഈ സ്വലാത്തിന് നിങ്ങൾ എല്ലാ നിസ്കാരത്തിലുണ്ടല്ലോ ഈ സ്വലാത്ത്. ഈ നിസ്കാരത്തെ ലാസ്റ്റ് അത്തഹിയാത്തിൽ ഈ സ്വലാത്ത് ഇബ്രാഹിം ചെല്ല. പിന്നെ മയത് നിസ്കാരത്തോ രണ്ടാമത് തക്ബീർ ചെല്ല. പിന്നെ ഇതിൽ നിങ്ങൾ റൂഢിയാക്കിയത് ഭാരി കൊരടി മനുഷ്യന്മാരല്ല എന്തുകൊണ്ടു അങ്ങനെ ജഹലിത്തരം കൊണ്ട്. ഇത് സാധാരണ 4 എപ്പോൾ ഈ സ്വലാത്തിന് ധാരാളം ചെല്ലുകൊള്ള ഭാഗ്യം ഉണ്ടാകണം. ഒരു 10 സ്വലാത്ത് കുറോടി 4 ചെല്ലാണ്ടെങ്കിൽ അവനക്ക് വലിയ മഹത്വം, വലിയ സ്ഥാനവും മാനം ബഹുമാനം അള്ളാഹുടെ മുട്ടുണ്ടാവും എന്ന് മഹാമരിൽ ലഭിക്കണം. കാരണം അള്ളാഹ് റസൂലിൻ്റെ ഷറഫാക്കപ്പെട്ട ബായി കൊണ്ട് ചെന്ന സ്വലാത്തായതുകൊണ്ട് ഇബ്രാഹിം സ്വലാത്ത് ഒന്നാമത്തെ സ്ഥാനം. സ്വലാത്തിൽ വെച്ച് സ്വലാത്ത് എത്ര ഉണ്ട് കണക്കില്ലാതെ എത്ര 12,000 കാട്ടി ഏറെ സ്വലാത്തുണ്ട്. സ്വലാത്ത് ഒരു ഇതിലുണ്ട് കണക്കേ ഇല്ല അത്ര സ്വലാത്ത് കൊണ്ട്. അപ്പോൾ ആ സ്വലാത്തിലുള്ള ഏറ്റവും മുന്തിയ സ്വലാത്ത് അതായത് ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന സ്വലാത്ത് അത് അള്ളാഹു റസൂലിൻ്റെ ഷറഫാക്കപ്പെട്ടോ ബായി കൊണ്ട് ചെന്ന സ്വലാത്ത് ഇബ്രാഹിം സ്വലാത്ത്. ഈ സ്വലാത്ത് അതുകൊണ്ട് ഇത് ധാരാളം ചൊല്ലണം. എന്താക്കണം പതിവാക്കണം ചെന്നെങ്കിൽ നിങ്ങൾക്ക് കൊറോട് ചെന്ന് ഒരു കൊറോട് എത്ര കൊണ്ട് 10 സ്വലാത്ത് നിങ്ങൾ 4 ചെല്ലുക പതിവാക്കണം. പിന്നെ നിസ്കാരത്തിലുള്ളത് കൊണ്ട് നിങ്ങളെ ഭാഗ്യ വലിയ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് ധാരാളം ചൊല്ലുന്നു. അവതാക റഹ്മാൻ ഇബ്രാഹിം സ്വലാത്ത് കൊറോട് ചെന്ന് 4 ഒരു 10 സ്വലാത്ത് 4 വിടാണ്ട് നിസ്കാരത്തിലല്ലാത്ത ഒരു 10 സ്വലാത്തിന് ചൊല്ലുന്നു. അവതാക റഹ്മാൻ എല്ലാ പ്രചനങ്ങളെല്ലാം പ്രവർത്തനം നീ സ്വീകരിക്കും. ഇബ്രാഹിം സ്വലാത്ത് ഹക്ക ജാഹ ബർക്കത്തും നിങ്ങളെല്ലാം മക്സദ് ഹാസിലാക്കിക്കൊണ്ട് പടച്ചവനെ ധാരാളം സ്വലാത്ത് ചൊല്ലോ സലാം ചൊല്ലോ ഭാഗ്യക്കാരെ കൊടുത്ത് അങ്ങനെ പഠിച്ച അല്ലാഹ് ആമീൻ ബറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.